ഉണ്ടാവും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഓതാതിരിക്കരുത്. എന്നും വിട്ടുപോകാതെ ഈ അധ്യായം പതിവാക്കിക്കൊണ്ടിരിക്കണം. എങ്കിൽ ദാരിദ്ര്യം വരില്ല എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. നിങ്ങളെ ഭാര്യമാർക്ക് അത് പഠിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. നിങ്ങളെ മക്കൾക്ക് അത് പഠിപ്പിച്ചോളണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇത് പതിവാക്കിപ്പിക്കണം. നിങ്ങളുടെ ഭാര്യമാരെ കൊണ്ട് ഓതിപ്പിക്കണം. ഇന്നഹു ലഖുർആൻ കരീം, അത് മാന്യമായ ഖുർആനാണ്. മാന്യതക്ക് നിരക്കാത്ത ഒരു വാക്ക് പോലും ഖുർആൻ പറയുന്നില്ല. അതാണ് അശ്ലീലം ഖുർആൻ പ്രചരിപ്പിക്കുന്നില്ല. അശ്ലീലമായത് മാത്രമാണ് ഖുർആനിന്റെ കൽപ്പന. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. പടച്ചതമ്പുരാൻ പറയുന്നു, ഖുർആൻ മാന്യതയാണ് കൽപ്പിക്കുന്നത് എന്ന് പറയാൻ പറ്റിയ ഏറ്റവും നല്ല ആയത്താണിത്. കാരണം ഖുർആനിലെ ജാമിഉം മാനിഉം എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളിക്കേണ്ട മൂല്യങ്ങളെ മുഴുവനും ഉൾക്കൊള്ളിക്കുകയും പുറത്തു നിർത്തേണ്ടതിനെ മുഴുവൻ പുറത്തു നിർത്തുകയും ചെയ്ത ഒരായത്താണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇപ്പോൾ ഓതിയ ആയത്ത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. അത് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. മറ്റായത്തുകളെ കുറിച്ചും അതാണ് സമഗ്രമായ ആയത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് ഇതാണ് ഖുർആനിൽ ഏറ്റവും സമഗ്രമായ ആയത്ത്. എന്താ കാരണം? വലീദ് ഇബ്നുൽ മുഗീറയെ പോലും പഹയൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കാനും നബിതങ്ങളോട് ശത്രുത പുലർത്താനും മാത്രം സമയം കണ്ടിരുന്ന വലീദ് ഇബ്നുൽ മുഗീറ, അവനെപ്പോലും ഒരു വേള ഇസ്ലാമിലേക്ക് കടന്നാലോ എന്ന് ചിന്തിപ്പിച്ച ആയത്തായിരുന്നു അത്. എന്താണ് ആ ആയത്തിന്റെ പ്രത്യേകത? ആ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് 3 കൽപ്പനയും 3 വിരോധനയുമാണ്. ആ വിഷയം ഞാനിവിടെ വിശദീകരിക്കല്ല, കാരണം നമുക്ക് നമ്മുടെ വിഷയം തീർക്കണം. ഞാൻ പറയുന്നത് ഖുർആൻ മാന്യമായ ഗ്രന്ഥമാണെന്ന് തെളിയിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആയത്താണ്. 3 കൽപ്പനയും 3 വിരോധനയും അള്ളാഹു പറഞ്ഞു. തീർച്ചയായിട്ടും അള്ളാഹു ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് ബിൽ അദ്ൽ, നീതി കൊണ്ടാണ്. കണ്ടോ, അള്ളാഹു ഒരിക്കലും അനീതിക്കൊപ്പം ഉണ്ടാകില്ല. അള്ളാഹു തആല നീതിയുടെ കൂടെയാണ്. അള്ളാഹു കൽപ്പിക്കുന്നത് എപ്പോഴും നീതി കൊണ്ടാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വൽ ഇഹ്സാൻ, നീതി മാത്രമല്ല മറ്റൊരു കാര്യമുള്ളത് കാരുണ്യ പ്രവർത്തനമാണ്. കണ്ടോ, നീതിക്കൊപ്പം അനീതി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അനീതിയുടെ പട്ടിക ഏതൊക്കെ ഉണ്ടോ അതൊക്കെ ഇവിടെ ചർച്ച ചെയ്യേണ്ടതാ. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഇസ്ലാം ഭദ്രാണ്, ഇസ്ലാം സമഗ്രാണ് എന്ന് നിങ്ങൾക്ക് അപ്പോഴേ തിരിയുള്ളൂ. അതില് എന്ന് പറഞ്ഞാൽ 2 അറ്റവും ഇങ്ങനെ ബറാബറാക്കി പോകല. എന്റെ പൈസ അവനും വേണ്ട, അവന്റെ 10 പൈസ എനിക്കും വേണ്ട, ഇതല്ലേ അതില്. പക്ഷെ അതുപോരാ, ഇഹ്സാൻ, നിന്റേത് 10 പൈസ അങ്ങോട്ട് പോവട്ടെ, മറ്റുള്ളവൻ അങ്ങോട്ട് ഗുണം ചെയ്യണം. കാരുണ്യ പ്രവർത്തനങ്ങൾ, ഇഹ്സാൻ, നല്ലത് ചെയ്യുക, ചെയ്യുന്നത് നന്നാക്കി ചെയ്യുക. അതാണ് ഇഹ്സാന്റെ അർത്ഥം. ചെയ്യുന്ന പണി നന്നായിരിക്കണം, നല്ല പണി തന്നെ നന്നാക്കി ചെയ്യണം. നിസ്കരിക്കുക വേണ്ടത്, മദ്യപിക്കല്ല, നിസ്കരിക്കണം. ഗാനമേള നടത്തുകയല്ല വേണ്ടത്, ദീനീ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷേ അപ്പൊ നല്ലത് ചെയ്തു, പക്ഷെ നല്ലത് ചെയ്താൽ പോരാ, നന്നാക്കി ചെയ്യുകയും വേണം. നന്നാക്കി ചെയ്യലപ്പോഴാ ഇതൊക്കെ കാണാനും നിരീക്ഷിക്കാനും ഒരാളുണ്ട് എന്ന ബോധമുണ്ടാകുമ്പോഴാണ് ആ പണി നന്നാക്കി ചെയ്യാം. അപ്പൊ നല്ലത് ചെയ്യും, നന്നാക്കി ചെയ്യും. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, അല്ലേ, എന്താണ് ഇഹ്സാൻ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് എന്താ? നമുക്കറിയാം, റബ്ബിനെ കാണുന്നുണ്ട് എന്ന നിലക്ക് നീ റബ്ബിനെ ആരാധിക്കണം. അപ്പൊ നല്ല പണി എടുക്കുള്ളൂ, വേണ്ടാത്ത പണിയൊന്നും എടുക്കൂല. എന്നല്ല, എടുക്കുന്ന പണി നന്നാക്കും ചെയ്യും, അത് കടമ തീർക്കലാകൂല. അതാണ് ഇഹ്സാൻ. നല്ലത് ചെയ്യുക, ചെയ്യുന്നത് നന്നാക്കി ചെയ്യുക. അതാണ് അള്ളാഹുവിനെ കാണുമ്പോൾ അത് അതിനുള്ള ഫോർമുലയാണ് യഥാർത്ഥത്തിൽ. എങ്ങനെയാണ് ഇഹ്സാൻ ഉണ്ടായിത്തീരുക? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇഹ്സാൻ കൊണ്ട് കൽപ്പിച്ചു, അദ്ൽ കൊണ്ട് കൽപ്പിച്ചു. ഇനി നിന്റെ ബന്ധുക്കൾക്ക് കൊടുക്കണമെന്നും ഖുർആൻ കൽപ്പിക്കുന്നു, അള്ളാഹു കൽപ്പിക്കുന്നു. നിന്റെ ബന്ധുക്കളെ നീ ശ്രദ്ധിച്ചോളണം.
ഒരാൾ കാരുണ്യ പ്രവർത്തനമൊക്കെ ആയിട്ട് ഓടി നടക്കുകയാണ്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ സ്വന്തം വാപ്പയുമ്മയും പട്ടിണിയില്ല, അത് തിരിഞ്ഞു നോക്കാറില്ല. തൽക്കാലം അവന് സലാമത്താകാൻ പറ്റൂല. സ്വന്തം മക്കൾ പ്രയാസം അനുഭവിക്കുമ്പോ അവൻ നാടുനീളെ റിലീഫ് പ്രവർത്തനങ്ങളുമായി ഓടി നടക്കുന്നു, രക്ഷപ്പെടാൻ കഴിയില്ല. ഈതാഉദുൽ ഖുർബ പുറമുള്ളവർക്കും കൊടുക്കണം, അടുത്ത കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതിന് 2 കൂലിയുണ്ട്. അടുത്ത കുടുംബങ്ങളെ ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പൊ അടുത്ത കുടുംബങ്ങൾക്കും കൊടുത്തിരിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇസ്ലാമിൽ നിങ്ങൾക്ക് എന്തുണ്ടോ അത് മുഴുവൻ ഇതുകൊണ്ട് തെളിയിക്കാൻ കഴിയും. നിസ്കാരാണോ, നോമ്പാണോ, സക്കാത്താണോ, എന്തു നിങ്ങൾ പറഞ്ഞാലും എല്ലാം ഇതിൽപ്പെടും. അദ്ലി, ഇഹ്സാൻ, ഈതാഉദുൽ ഖുർബ, ഈ 3 കാര്യത്തിൽ പെടാത്ത ഒരൊറ്റ കാര്യവുമില്ല. അദ്ൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് കൂടെ നീതിയുണ്ട്. അള്ളാഹ് പറഞ്ഞതൊക്കെ ചെയ്യാൻ വേണ്ടാന്ന് പറഞ്ഞത് കൊഴിഞ്ഞു നിൽക്കുക. അതുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ ഈ ഒരൊറ്റ ആയത്തിന്റെ കയ്യിൽ തന്നു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന ഒരൊറ്റ ആയത്തിന്റെ കയ്യിൽ തന്നു. എന്നോട് പറഞ്ഞു ഇസ്ലാം മുഴുവനും ഇതുകൊണ്ട് സമർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട അബ്ദുള്ള സമർത്ഥിക്കുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്തും ചോദിച്ചോ, നിസ്കാരം ചോദിച്ചോ, നിസ്കാരത്തിൽ ഏതു നിസ്കാരം ചോദിച്ചോ, നോമ്പ് ചോദിച്ചോ, വേറെ അള്ളാഹു കൽപ്പിച്ച ഏത് കാര്യം ചോദിച്ചോ, ഈ 3 കൽപ്പനയിൽ ഞാൻ എണ്ണിത്തരും. അത് അദ്ലിന്റെ ഭാഗമാണ്, അത് ഇഹ്സാനിന്റെ ഭാഗമാണ്, അത് അടുത്ത ബന്ധുക്കളെ ശ്രദ്ധിക്കുന്നതിന്റെ ഭാഗമാണ്. എനിക്ക് എണ്ണിത്തരാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. എന്നാലോ ഇനി 3 വിരോധന, വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി. നമ്മൾ അല്ലാഹു വിരോധിക്കുന്നത് 1 വൃത്തികേടിനെ തൊട്ട്, അശ്ലീലത്തെ തൊട്ട്, അനിൽ ഫഹ്ശാഇ വൽ മുൻകർ നീചമായ കാര്യത്തെ തൊട്ട്, വൽ ബഗി അക്രമ പ്രവർത്തനങ്ങളെ തൊട്ട്. ഫഹ്ശാ, മുൻകർ, ബഗി, ഇത് 3 തിന്മകളാണ്. ഓരോന്നും 100 കൂട്ടം വിലക്കുകളെ പ്രതിനിധീകരിക്കുന്നതാ. ഫഹ്ശാ എന്ന് പറഞ്ഞാൽ അശ്ലീലങ്ങളാണ്, എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കാണാൻ മോശമായ സംഗതികൾ, ലൈംഗിക വൃത്തികേടുകളൊക്കെ ഫഹ്ശായിലാപ്പെടുക. കാരണം ഒരു മനുഷ്യൻ തെറ്റു ചെയ്യുന്നത് 3-4 വികാരങ്ങൾക്ക് അടിമപ്പെടുമ്പോഴാ. ഒരു മനുഷ്യൻ തെറ്റു ചെയ്യുന്നത് 3-4 പ്രചോദനങ്ങൾക്ക് അവൻ അടിമപ്പെടുമ്പോഴാ. ഒന്നവന്റെ ശരീരം തോന്നിപ്പിക്കുക, ശരീരത്തിന്റെ ദാഹം, അതാണ് വ്യഭിചാരം, സ്വവർഗരതി, ഇങ്ങനെ തുടങ്ങിയിട്ട് നീണ്ടുകിടക്കുന്ന ലൈംഗിക വൈകൃതങ്ങൾ, അതൊക്കെ അതിലാപ്പെടുക. ഇനി 2ാമത്തെ തെറ്റ് ചെയ്യുക, പിശാച്ച് പഴപ്പിക്കുമ്പോൾ, പിശാച്ച് തോന്നിപ്പിച്ചു തരുന്ന ആശയം, 2ാമത്തെ തെറ്റാ, അതാണ് മുൻകർ. മുൻകർ മദ്യപാനം, ലോട്ടറി, ഇങ്ങനെയുള്ള സംഗതികൾ. മദ്യപാനവും ലോട്ടറിയും ഒക്കെ പെടുന്നത് ആ ഭാഗത്താണ്. വേണ്ടാത്തരം തീർച്ചയായിട്ടും മനുഷ്യൻ വെറുത്തിരിക്കേണ്ടത് മുൻകർ, വെറുക്കപ്പെട്ട സംഗതി, മനുഷ്യൻ കണ്ടാൽ വെറുക്കുന്ന സംഗതി, ഇതാണ് മുൻകർ. വൽ മുൻകരി വൽ ബഗി, അക്രമ പ്രവർത്തനങ്ങൾ, ഗീബത്ത്, നമീമത്ത്, കളവ്, അക്രമം, കൊലപാതകം എല്ലാം ബഗി എന്ന് പറഞ്ഞതിൽ പെട്ടു. അതൊക്കെ അക്രമങ്ങളാണ്. അതെപ്പോഴാ? മനുഷ്യന് ദേഷ്യം പിടിക്കുമ്പോഴാ ചെയ്യാം. അപ്പൊ ഈ 3-4 ശക്തിക്ക് കീഴ്പ്പെടുമ്പോഴല്ലാതെ മനുഷ്യൻ തെറ്റ് ചെയ്യൂല. ഒന്ന് ഖുവത്ത്, ശഹ്വത്ത് നഫ്സാനിയ, ശരീരേച്ഛ. 2ാമത്തത് ശഹ്വത്ത് ശൈത്താനിയ, പിശാച്ചിന്റെ ഭാഗത്തു നിന്നുള്ള പ്രേരണ. മറ്റൊന്ന് ഖുവത്ത് ഗളബിയ എന്ന് പറഞ്ഞാൽ പാപാധിഷ്ഠിത ശക്തി. പാപാധിഷ്ഠിത ശക്തി ഇതിന് കീഴ്പ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ തെറ്റു ചെയ്യലുണ്ടാകല്. ഈ 3-4 കോപ്പം, പാപ്പല്ല, കോപാധിഷ്ഠിത ശക്തിക്ക് കീഴ്പ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത്. റൈസാകുമ്പോഴാണ് അക്രമ പ്രവർത്തനങ്ങളൊക്കെ വരിക. കോപാധിഷ്ഠിത ശക്തിക്ക് ഒതുങ്ങിക്കൊടുക്കുമ്പോൾ ഈ 3 കാര്യവും നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനിൽ നിന്ന് പിന്നീട് ഒരു തെറ്റുകുറ്റങ്ങളും വരില്ല. അതാണ് അല്ലാഹു തആല പറയുന്നത്, ഇല്ല, അവരിൽ നിന്ന് പിന്നീട് ഒരു തെറ്റുകുറ്റങ്ങളും വരില്ല. ഈ 3 കാര്യങ്ങൾ അങ്ങ് അടച്ചു കെട്ടാൻ കഴിയണം. പിശാചിനെ, നഫ്സിനെ, ഗളബ്, കോപം, ഇത് 3 ഒതുക്കാൻ കഴിഞ്ഞു ആ മനുഷ്യനിൽ നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. നിങ്ങൾ ഏത് തെറ്റ് പറഞ്ഞാലും ഈ 3 തെറ്റിൽപ്പെട്ട ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പൊ ശരിക്ക് മാന്യമായതാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ ആയത്ത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, യഇദുകും ലഅല്ലകും തദക്കറൂൻ. എന്തിനാണ് അല്ലാഹു 3 നിയമവും 3 വിലക്കുമായിട്ട് നിങ്ങളെ